നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടിവെള്ളത്തിനായി CPI നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ ഉപവാസം കിടങ്ങറ വാട്ടർ അതോറിറ്റിയിൽ ജനുവരി 10-ന്. വട്ടവഞ്ചിയിൽ ജീവിതം കരുപ്പിടിപ്പിക്കുന്നവർ ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാത്തവർ പമ്പയുടെ ആഴങ്ങളിൽ മുത്തുതേടുകയാണ്. നാട്ടുകാർക്കും രോഗികൾക്കും കുരിശായി കിടങ്ങറ കുരിശുമൂട് അപ്രോച്ച് റോഡ്. വിശദമായ വാർത്തകളിലേക്ക്. കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൈപ്പിൽ കൂടി വെള്ളം പോലും വരുന്നില്ല. പൈപ്പ് പിടിച്ചാൽ കാറ്റ് വരുമെന്നല്ലാതെ വെള്ളം കിട്ടാത്ത ഗുരുതര വളരെ ഭീതികരമായ സ്ഥിതിയാണ്. പാടത്തു നിന്ന് അടിക്കുന്ന ഈ വിഷത്തിൻ്റെയും കളനാശിനിയുടെയും വിഷാംശം കലർന്ന വെള്ളം തോട്ടിക്കൂടെ ഒഴുകിപ്പോകും. അത് ഒഴുകിപ്പോകാനുള്ള യാതൊരു മാർഗവും ഇല്ല. എല്ലാം കെട്ടിക്കിടക്കുക. മലീമസമായ വെള്ളമാണ് തോട്ടിലും ആറ്റിലും. പണ്ട് കുട്ടനാട് വാട്ടർ സപ്ലൈ സ്കീമിന് വേണ്ടി വലിയ സമരങ്ങൾ നടന്നു. അത് അംഗീകരിച്ചു. അങ്ങനെ തിരുവല്ലയിൽ കുട്ടനാട് വാട്ടർ സപ്ലൈ സ്കീം ഏതാണ്ട് 10-40 കൊല്ലം മുമ്പുണ്ട് ആരംഭിച്ചത്. പക്ഷെ വാട്ടർ സപ്ലൈ സ്കീമിൻ്റെ വെള്ളം കിട്ടിയത് ചങ്ങനാശ്ശേരി പട്ടണത്തിലും തിരുവല്ല പട്ടണത്തിലും. കുട്ടനാട് വാട്ടർ സപ്ലൈ സ്കീമിൻ്റെ പ്രയോജനം കുട്ടനാട്ടിൽ 10-50 വർഷം മുമ്പ് ആരംഭിച്ചെങ്കിലും നാളിതുവരെ പ്രയോജനപ്പെട്ടില്ല. അതിനുവേണ്ടിയുള്ള ധാരാളമായ ജനകീയ സമരങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ കേൾക്കുകയും പരിഹരിക്കാമെന്ന് പറയുകയും ചെയ്യുന്നതല്ലാതെ ഫലത്തിലുണ്ടായിട്ടില്ല. നേരത്തെ ഒരു മന്ത്രി ഗംഗാധരൻ മന്ത്രിയായ സമയത്ത് കുറേ പൈപ്പുകൾ കൊണ്ട് കുട്ടനാട്ടിൽ കൂടെ നിറച്ചു. അവിടെ എവിടെയും കുറേ കുടിച്ചിട്ടു. പക്ഷേ ആ വെള്ളം ആളുകൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. അതിന് ശേഷം ജനങ്ങളുടെ വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പൂർത്തിയാകുന്ന അടുത്ത ദിവസം എല്ലാവർക്കും വെള്ളം കിട്ടും എന്ന് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉദ്ഘാടനം ചെയ്തിട്ട് മാസം 3 കഴിഞ്ഞു. ഇപ്പോഴും തഥയിൽ നീലേറ്റ് പുറത്ത് ആ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഇരിക്കുന്ന വാർഡിൽ പോലും വെള്ളമില്ല. ഈ മാസം 10-നാണ് കിടങ്ങറ ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ ജനപ്രതിനിധികളുടെ ഉപവാസ സമരം നടക്കുക. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭം കുറിച്ച കുട്ടനാട് ശുദ്ധജല വിതരണ പദ്ധതി ഇന്നും പൂർത്തിയായിട്ടില്ല. അതിരൂക്ഷമായ ശുദ്ധജലക്ഷാമം കുട്ടനാട്ടിൽ തുടരുകയാണ്. പാടശേഖരങ്ങളിൽ നിന്നും പമ്പ് ചെയ്യുന്ന മലിനജലം കുടിച്ച് ജനങ്ങൾക്ക് മാരക രോഗങ്ങളാണ് പിടിപെടുന്നത്. കേരളത്തിലെ ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ കഷ്ടപ്പെടുന്ന കുട്ടനാടൻ ജനതയ്ക്ക് ശുദ്ധജലം എത്തിക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അനാസ്ഥ കാട്ടുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്തും മന്ത്രിയായ ശേഷവും കുടിവെള്ളക്ഷാമം പരിഹരിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പ്രഖ്യാപിച്ചെങ്കിലും ജനവഞ്ചന മാത്രമായിരുന്നു അത്. നീലമ്പേരൂർ, തലവടി, മുട്ടാർ, രാമങ്കരി, കൈനകരി എന്നിവിടങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് പണിത വാട്ടർ ടാങ്കുകൾ നോക്കുകുത്തിയായി തുടരുകയാണെന്നും CPI നേതാക്കൾ കുറ്റപ്പെടുത്തി. മുഖ്യ രക്ഷാധികാരി ജോയ്കുട്ടി ജോസ്, രക്ഷാധികാരി KD മോഹനൻ, പ്രസിഡന്റ് ഗോപിനാഥൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് മുട്ടാർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കന്നഡ, മൈസൂർ സ്വദേശികളായ മത്സ്യബന്ധനക്കാരാണിവർ. പനമ്പും മുളയും ഉപയോഗിച്ചുള്ള വട്ടവഞ്ചികളിൽ പ്രത്യേകതരം വല ഉപയോഗിച്ചാണ് ഇവർ മത്സ്യബന്ധനം നടത്തുന്നത്. വട്ടവഞ്ചിയിൽ ജീവിതം പരതുകയാണിവർ. ജീവിത പ്രതികൂലതകളുടെ വലക്കണ്ണികളെ പമ്പയാറ്റിലെ ആഴങ്ങളിലേക്ക് വീശി മലയാളിയുടെ തീന്മേശയിലെ ഇഷ്ടവിഭവങ്ങളുമായി തീരത്തെടുക്കുന്നു. കാരിയും വരാലും കരിമീനും കൊഞ്ചുമൊക്കെയായി. അണ്ടതപ്പും പുല്ലടിയും വെള്ളവലിയും ചൂണ്ടലും ഒറ്റാലും തെറ്റാലിയും മീൻ കണ്ടവുമൊക്കെ കുട്ടനാടിന്റെ ഗതകാല സ്മരണകൾ മാത്രമായി. കരാട്ട പോലെയുള്ള മാരക വിഷങ്ങൾ കായലിൽ കെട്ടിത്താഴ്ത്തിയും നഞ്ചു കലക്കിയുമൊക്കെയാണ് ഇപ്പോൾ മലയാളിയുടെ മീൻപിടുത്തം. സ്വന്തം കുഴി തോണ്ടുന്ന മലയാളികൾക്കിടയിലാണ് ഈ മറുനാട്ടുകാർ വ്യത്യസ്തരാകുന്നത്. സ്വദേശമെന്നത് ഇവർക്ക് കേവലം ജനിച്ച സ്ഥലം മാത്രം. ഭൂമിയുടെ ഒരു തുണ്ടുപോലും ഇവർക്ക് സ്വന്തമായില്ല. അതുകൊണ്ട് തന്നെ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിലൂടെ മത്സ്യബന്ധനം ഉപജീവനമാക്കി ഇവർ നാട് ചുറ്റുന്നു. വേമ്പനാട്ട് കായലിലും പമ്പയാറ്റിലും മത്സ്യങ്ങൾ ഗണ്യമായി കുറയുന്നതായി പരിസ്ഥിതി സംഘടനയായ ATയുടെ നേതൃത്വത്തിൽ നടന്ന നിരീക്ഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പൂണ്ടീസ് ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് കണ്ടമാനം കുറയുന്നത്. കരിമീൻ കുഞ്ഞുങ്ങളെ അലിട്രോപ്സ് എന്ന പരാദജീവി തിന്ന് നശിപ്പിക്കുന്നതായും പഠനം വെളിപ്പെടുത്തിയിരുന്നു. കന്നഡത്തുകാരായ ഇവരും പറയുന്നത് അതുതന്നെ. മുൻ വർഷങ്ങളിൽ ധാരാളമായി മീൻ ലഭിച്ചിരുന്നുവെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. मैं 7-8 साल का पहले आया था। अभी कितना मछली मिलता है? पहले बार थोड़ा ज़्यादा मिलता था, अभी थोड़ा कमती हो गया।
കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ്, കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ്, വേമ്പനാട് നേച്ചർ ക്ലബ്ബ് എന്നിവയുടെ പഠനങ്ങളും സൂചിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ഈ നില തുടർന്നാൽ വരും വർഷങ്ങളിൽ മത്സ്യങ്ങൾ ക്രമാതീതമായി കുറയും. ആണ്ടുതപ്പും പുല്ലടിവെപ്പും ഒറ്റും തെറ്റും ചൂണ്ടയും വലവീശുമൊക്കെ മലയാളിക്ക് ഇന്ന് അന്യമാവുകയാണ്. പുഴയിൽ നഞ്ചു കലക്കിയും വിഷം കലക്കിയും മീൻ പിടിക്കുന്ന മലയാളികൾക്കിടയിൽ ഇവർ വ്യത്യസ്തരാകുന്നതും അതുകൊണ്ടുതന്നെ. ജന്മദേശമെന്നത് ഇവർക്ക് ജനിച്ച നാട് മാത്രമാണ്. വാകീറിയ ദൈവത്തിന്റെ വിധിയിൽ പഴിചാരാതെ പമ്പയുടെ ആഴങ്ങളിൽ മുങ്ങിത്തപ്പി മത്സ്യം പരതുകയാണിവർ. KCV വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ. കിടങ്ങറ കുരിശുമൂട് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം വൈകുന്നു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ രോഗികളും ജീവനക്കാരും ദുരിതത്തിൽ. 2 മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ് കുരിശുമൂട് പാലത്തിന്റെ അപ്രോച്ച് നിർമ്മാണം. ആദ്യഘട്ടത്തിൽ പാലത്തിന് മുകളിൽ മെറ്റലും ചിപ്സുമൊക്കെ ഇറക്കിയത് മൂലം നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടത് KCV ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കോൺട്രാക്ടർ ഇത് റോഡിന്റെ വശങ്ങളിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ റോഡ് മെറ്റൽ ചെയ്ത് ഗ്രാവൽ നിരത്തിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. 2 ആഴ്ചകൾക്ക് മുകളിലായി ഗ്രാവൽ ഇട്ടിട്ട് ഇതുമൂലം വാഹനങ്ങൾ പോകുമ്പോൾ ഉയരുന്ന പൊടിപടലങ്ങൾ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. 25ഓളം IPയും ഏകദേശം 100ഓളം OPയുമുള്ള ഈ ആശുപത്രിയിൽ പൊടിയുടെ ശല്യം മൂലം രോഗികളും ജീവനക്കാരും ഒന്നുപോലെ ദുരിതത്തിലാണ്. പല പ്രാവശ്യം കോൺട്രാക്ടറോട് ഈ റോഡിൽ രാവിലെയും വൈകിട്ടും വെള്ളമൊഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെ നടന്നിട്ടില്ല. സാധാരണക്കാരന്റെ അഭയകേന്ദ്രമായ കുരിശുമൂട് ആശുപത്രിയിൽ പനിയുമായി എത്തുന്നവർ ആസ്മ രോഗികളായി മാറിയിട്ടും റോഡ് കോൺട്രാക്ടറോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് വെളിയനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് KCV ന്യൂസിനോട് പറഞ്ഞു. ഈ അപ്രോച്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുമായി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയുണ്ടായിരുന്നു. ഈ അപ്രോച്ച് നിർമ്മാണം തന്നെ ഏതാണ്ട് 1.5 മാസത്തിലേറെയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 ആഴ്ചയായിട്ട് ഈ റോഡ് മെറ്റൽ ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരവസ്ഥയും അതുമൂലം ഇതിന്റെ താഴെ ഇരിക്കുന്ന ഹോസ്പിറ്റലിൽ നിരവധി ആളുകളാണ് ഇവിടെ ചികിത്സയ്ക്ക് വരുന്നവരും അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഈ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കുന്ന ഒരു സ്ഥാപനം കൂടെയാണ്. ഇവിടെ ഇപ്പം പനിയുമായി ബന്ധപ്പെട്ടാണ് ഒട്ടേറെ ആളുകൾ ഈ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നത്. പനിയുമായി വരുന്ന ഒരു രോഗിക്ക് ആസ്മ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് അംഗങ്ങളുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ 1451.45 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. കളക്ടറേറ്റിൽ ചേർന്ന MPമാരുടെ പ്രാദേശിക വികസന പദ്ധതി അവലോകന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ അധികൃതർ വ്യക്തമാക്കി. മന്ത്രി ശുപാർശ ചെയ്ത പ്രവൃത്തികളിൽ 188 എണ്ണം ഇക്കഴിഞ്ഞ ഡിസംബർ 31 വരെ പൂർത്തീകരിച്ചു. 1198.99 ലക്ഷം രൂപയാണ് ഇവയ്ക്കായി വിനിയോഗിച്ചത്. 61 പ്രവൃത്തികൾ പുരോഗതിയിലാണ്. പദ്ധതി തുക വിനിയോഗത്തിൽ 85% പുരോഗതിയാണ് കൈവരിച്ചത്. 2009-2010 മുതൽ 2013-2014 വരെ 1947.5 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. 2009-2010 187.42 ലക്ഷം രൂപ ചെലവിൽ 44 പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. 2010-2011 ശുപാർശ ചെയ്ത 43 പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരത്തോടെ SL പുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലെ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നടപ്പാക്കുന്ന ഗാന്ധി ദർശൻ വിദ്യാഭ്യാസ പരിപാടിയുടെ 2013-2014 വാർഷിക മൂല്യനിർണ്ണയ പരീക്ഷ ജനുവരി 10 ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ നടക്കും. പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ഇമെയിൽ വഴി സ്കൂളുകളിൽ എത്തിക്കും. ജനുവരി 30 ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ നടക്കുന്ന മെറിറ്റ് ഈവനിംഗിൽ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റും മെഡലും വിതരണം ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ നടപ്പാക്കുന്ന ഗാന്ധി സ്മൃതിവനം പദ്ധതിക്ക് ആവശ്യമായ മുഴുവൻ ഭൂമിയും ഉടൻ ഏറ്റെടുക്കുവാൻ ജില്ലാ കളക്ടർ N. പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. മുഴുവൻ സ്ഥലവും ഏറ്റെടുത്ത ശേഷം ത്വരിതഗതിയിൽ പദ്ധതി പൂർത്തീകരിക്കും. ഇതിനുവേണ്ടി വീണ്ടും സർവേ നടത്തുന്നതിനായി സർവേ വകുപ്പ് ഉദ്യോഗസ്ഥർ 13 സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി കളക്ടർക്ക് കൈമാറും. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി പീഡിയാട്രി വിഭാഗങ്ങൾ ആരംഭിക്കണമെന്ന് മഹിളാ കോൺഗ്രസ് പുളിങ്കുന്ന് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചികിത്സയ്ക്കായി പുളിങ്കുന്ന് ആശുപത്രിയെ സമീപിക്കുന്നതിലധികവും സ്ത്രീകളും കുട്ടികളുമാണ്. യാത്രാ സൌകര്യത്തിന്റെ അപര്യാപ്തത വളരെയധികം നിലനിൽക്കുന്ന കുട്ടനാട് പ്രദേശത്ത് ഗൈനക്കോളജി പീഡിയാട്രിക് വിഭാഗങ്ങൾ അത്യന്താപേക്ഷിതമാണ്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ അനുവദിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രയോജനം കൂടുതൽ ആളുകൾക്ക് ലഭിക്കുന്നതിനും വനിതാ ശിശുരോഗ വിഭാഗങ്ങൾ ആരംഭിക്കുന്നതിലൂടെ സാധിക്കുമെന്നും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോളി ജോസഫ് പറഞ്ഞു.
കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെട്ട പ്രവർത്തനങ്ങളുടെ പ്രാരംഭ വിഷമതകൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ കരാറുകാർക്ക് കഴിയണമെന്നും ജില്ലാ ഭരണകൂടം ഇതിനാവശ്യമായ സഹായ സഹകരണം നൽകുമെന്നും ജില്ലാ കളക്ടർ എൻ പത്മകുമാർ പാക്കേജിലെ കരാറുകാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിവരുന്ന അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം, തൊഴിലാളി ദൌർലഭ്യം, ബില്ല് മാറുന്നതിലുള്ള കാലതാമസം തുടങ്ങിയവ മൂലം കരാറുകാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുമെന്നും കളക്ടർ പറഞ്ഞു. ചമ്പക്കുളം സെന്റ് മേരീസ് സ്കൂളിൽ ബീംസ് ടാലന്റ് ഡേ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിച്ച് ലോകഭാഷയുടെ സാധ്യതകൾ ഉപയുക്തമാക്കുന്നതിനായാണ് ബീംസ് ടാലന്റ് ഡേ ഒരുക്കിയത്. സെന്റ് മേരീസ് തിയോളജിക്കൽ സെന്ററിൽ നടന്ന ടാലന്റ് ഡേ ചങ്ങനാശ്ശേരി SB കോളേജ് ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിജി ജോസഫ് കൂട്ടുമേൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ മണക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. SB ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ ജോയി പയസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ തോമസ് ദി ഓവേലിൽ, സനുജ തങ്കച്ചൻ, ബിംസ് കോർഡിനേറ്റേഴ്സ് ED അൽഫോൻസ, സിസ്റ്റർ ലിൻസി സെബാസ്റ്റ്യൻ, മിനി വർഗീസ്, ജിഷ മാർഗരറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ ബുധനാഴ്ച ക്ഷീര കർഷക സംഘം ജീവനക്കാരുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും തുടർന്ന് ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടുന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകളിലേക്ക്. 2011-2012 സാമ്പത്തിക വർഷം കുട്ടനാട്ടിലെ സർവീസ് സഹകരണ സംഘങ്ങളിൽ നിന്നും കാർഷിക വായ്പയെടുത്ത കർഷകർക്ക് ഉത്തേജന പലിശ ഇളവ് പ്രഖ്യാപിച്ചു.
കഴിഞ്ഞ ഡിസംബർ വരെ വായ്പ കൃത്യമായി തിരിച്ചടച്ചവർക്ക് പലിശ ഇളവിന് അർഹതയുണ്ടെന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ അറിയിച്ചു. ഗ്യാസ് വില വർധനവിൽ പ്രതിഷേധിച്ച് ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിവെപ്പ് സമരം നടത്തി. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് വിതരണം നടത്തിയാണ് കാറ്ററിംഗ് അസോസിയേഷൻ പ്രതിഷേധിച്ചത്. അടുപ്പുകൂട്ട് സമരം AKCA സംസ്ഥാന സെക്രട്ടറി KA അജി ഉദ്ഘാടനം ചെയ്തു. സാധനങ്ങളുടെ ഉള്ളികളുടെയും പച്ചക്കറികളുടെയും പലവ്യഞ്ജനങ്ങളുടെയൊക്കെ വില ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ഗ്യാസിന്റെ വില കൂട്ടി കഴിയുമ്പോഴേക്കും ഈ രാജ്യത്ത് ഒരു നിയന്ത്രിത വില ഇന്ന് കാറ്ററിംഗ് പ്രവർത്തകർക്കും ഹോട്ടൽ ഉടമകൾക്കും നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ജില്ലാ പ്രസിഡന്റ് PV മാത്യു അധ്യക്ഷത വഹിച്ചു. ടോമി ജോസഫ്, ലിയോൺ ജോസഫ്, ജേക്കബ് പൈപ്പ്, ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാ ആസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷം സമുചിതമായി സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് ജനുവരി 8 പകൽ 4 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും. ജില്ലാ കളക്ടർ N പത്മകുമാർ അധ്യക്ഷത വഹിക്കും. 5 വർഷത്തിനുള്ളിൽ ആലപ്പുഴയെ സമ്പൂർണ്ണ സ്വയം പര്യാപ്ത ജില്ലയാക്കി രാജ്യത്തിനു തന്നെ മാതൃകയാക്കുക എന്നതാണ് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ തുടക്കം കുറിച്ച സ്വയം പര്യാപ്തത ഗ്രാമം കർമ്മപരിപാടിയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് ജില്ലാ കളക്ടർ N പത്മകുമാർ. കർമ്മപരിപാടിയുടെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രപിതാവിന്റെ 150ാം ജന്മദിനാഘോഷങ്ങൾക്ക് 2019 നാന്ദി കുറിക്കുന്ന വേളയിൽ തന്നെ ജില്ലയെ സമ്പൂർണ്ണമായി സ്വയം പര്യാപ്തമാക്കുക എന്ന വലിയൊരു യജ്ഞത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജില്ലയിലെ ഓരോ ബ്ലോക്കിലെയും ഓരോ പഞ്ചായത്തെങ്കിലും വരുന്ന ഒക്ടോബർ 2 മുൻപ് സ്വയം പര്യാപ്തമാക്കും. ഇതിനുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തുകൾ മുൻകൈയെടുത്ത് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പാക്കും. ജില്ലയെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള പദ്ധതികളുമായി മുന്നോട്ട് വരുന്ന ഗ്രാമങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുമെന്നും കളക്ടർ പറഞ്ഞു. പഞ്ചായത്തുകളുടെ പദ്ധതികൾക്ക് അന്തിമരൂപമാക്കുന്നതിന് ബ്ലോക്ക് തലത്തിൽ യോഗങ്ങൾ നടത്തും. ജനപ്രതിനിധികൾ, ബന്ധപ്പെട്ട വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവരെ പങ്കെടുപ്പിച്ചായിരിക്കും യോഗം. ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഫെബ്രുവരി 12 നടപ്പാക്കി തുടങ്ങണം. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഡ്രൈവർ ഗ്രേഡ് 2 ജനറൽ കാറ്റഗറി, സൊസൈറ്റി കാറ്റഗറി തസ്തികകളിലേക്ക് തെരഞ്ഞെടുക്കുന്നതിന് ഒറ്റത്തവണ രജിസ്ട്രേഷൻ മുഖേന അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കായി ഒബ്ജക്റ്റീവ് രീതിയിലുള്ള OMR പൊതുപരീക്ഷ ജനുവരി 10 രാവിലെ 8 മുതൽ 9:15 വരെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. ഉദ്യോഗാർത്ഥികൾക്ക് PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റ് ഡൌൺലോഡ് ചെയ്യാം. പത്തനംതിട്ട ജില്ലയിൽ പുതുതായി 41 അക്ഷയ കേന്ദ്രങ്ങൾ അനുവദിക്കുമെന്ന് ആന്റോ ആന്റണി MP പറഞ്ഞു. നാഷണൽ ഗവേണൻസിന്റെ ഭാഗമായി സംസ്ഥാന IT മിഷന്റെ നേതൃത്വത്തിൽ അക്ഷയ മുഖേന സംഘടിപ്പിച്ച അക്ഷയ സേവന സന്ദേശയാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം അടൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ അക്ഷയ കേന്ദ്രങ്ങൾ വരുന്നതോടെ വിവിധ മേഖലകളെ കോർത്തിണക്കി ജില്ലയിൽ IT മേഖലയുടെ വികസനം സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നിശ്ചയദാർഢ്യത്തോടുകൂടി സേവന സംബന്ധമായ അറിവുകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് അക്ഷയ സേവനയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കഴിവ് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കണമെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം വെണ്ണിക്കുളം സെന്റ് ബഹാനൻസ് HSSൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കടമ. ക്ലാസ് മുറികൾക്ക് പുറത്തേക്ക് കുട്ടികളുടെ പഠനവും ആർജിക്കുന്ന അറിവും പ്രവർത്തനങ്ങളും വളരുകയും എല്ലാവരും ഉത്തമ പൌരന്മാരായി മാറുകയും ചെയ്യണം. ഉയർന്ന സാക്ഷരതയും സാർവത്രിക വിദ്യാഭ്യാസവും മൂലം സമൂഹത്തിൽ ഉണ്ടാകേണ്ട ഉന്നതമായ ധാർമ്മിക നിലവാരം സാധ്യമായിട്ടില്ല. സാമൂഹിക തിന്മകൾ, വിവാഹധൂർത്ത്, ആർഭാടം, സ്വർണത്തിന് പിന്നാലെയുള്ള പരക്കംപാച്ചിൽ, വിദ്യാഭ്യാസ കച്ചവടം, വർദ്ധിച്ചുവരുന്ന കേസുകൾ തുടങ്ങിയവ കേരളീയ സമൂഹത്തിലെ അനഭിലഷണീയ പ്രവണതകളാണ്. ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും അറിയാതെ അന്ധവിശ്വാസത്തിൽ പെട്ടുപോകുന്നവരുണ്ട്. ആധ്യാത്മികത ആവശ്യമാണെങ്കിലും അന്ധവിശ്വാസം ദോഷകരമാണ്. ചങ്ങനാശ്ശേരി സർഗക്ഷേത്ര കലാ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 9 മുതൽ 11 വരെ ചെത്തിപ്പുഴ പള്ളിക്കൂടം ആർട്ട് ഗാലറിയിൽ വാഴ്ത്തപ്പെട്ട ചാവറയച്ചന്റെ സ്മരണാർത്ഥം എക്സിബിഷൻ നടക്കും. ക്രിസ്തുജ്യോതി ക്യാമ്പസിൽ നടക്കുന്ന എക്സിബിഷൻ 1864 ചാവറയച്ചൻ പുറപ്പെടുവിച്ച പള്ളിയോട് ചേർന്ന പള്ളിക്കൂടം എന്ന വിളംബരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധമായാണ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യാന്തര സ്റ്റാമ്പ് നാണയ പതാക പ്രദർശനവും വാഴ്ത്തപ്പെട്ട ചാവറയച്ചന്റെ ഒരു പ്രത്യേക സ്റ്റാമ്പ് മൈ സ്റ്റാമ്പ് എന്നുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പ്രകാശനവുമാണ് ചെത്തിപ്പുഴയിൽ വെച്ച് പള്ളിക്കൂടം ആർട്ട് ഗാലറി എന്ന നാമകരണം ചെയ്തിരിക്കുന്ന ക്രിസ്തുജ്യോതി ക്യാമ്പസിലെ സെന്ററിലാണ് ഇതിന്റെ പരിപാടികൾ നടക്കുന്നത്. 9-ാം തീയതി രാവിലെ 10:15 രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ നമ്മുടെ ഈ പ്രദർശനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും.
ശ്രീ CF തോമസ് MLA അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ സർഗക്ഷേത്രയുടെ രക്ഷാധികാരി റവറന്റ് ഫാദർ ആന്റണി എളന്തോട്ടം, നഗരസഭ അധ്യക്ഷ ശ്രീമതി സ്മിത ജയകുമാർ, സർഗക്ഷേത്ര ഡയറക്ടർ ഫാദർ അലക്സ് പ്രായിക്കുളം, ക്രിസ്തുജ്യോതി പ്രിൻസിപ്പൽ ഫാദർ തോമസ് ചേന്നാട്ടുശ്ശേരി, പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലാലിമ ടോമി തുടങ്ങിയവർ ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കും. 10-ാം തീയതി രാവിലെ 10:30-ക്കാണ് ചാവറ സ്റ്റാമ്പിന്റെ പ്രകാശന കർമ്മം. 9-ാം തീയതി രാവിലെ 10-ന് ആരംഭിക്കുന്ന രാജ്യാന്തര സ്റ്റാമ്പ് നാണയ പ്രദർശനം PJ കുര്യൻ ഉദ്ഘാടനം ചെയ്യും. CF തോമസ് MLA അധ്യക്ഷത വഹിക്കും. സർഗക്ഷേത്ര രക്ഷാധികാരി ഫാദർ ആന്റണി ഇളന്തോട്ടം, നഗരസഭാധ്യക്ഷ സ്മിത ജയകുമാർ, ഫാദർ അലക്സ് പ്രായിക്കുളം, ക്രിസ്തുജ്യോതി പ്രിൻസിപ്പൽ ഫാദർ തോമസ് ചേന്നാട്ടുശ്ശേരി തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ അലക്സ് പ്രായിക്കുളം, വർഗീസ് ആന്റണി എന്നിവർ പങ്കെടുത്തു. ഓസ്ട്രേലിയയിൽ നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ കോട്ടയം ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് ആദരിച്ചു. MD സെമിനാരി ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ ജോസ് കെ മാണി MP മെഡൽ ജേതാക്കൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വിദ്യാർത്ഥികൾക്കൊപ്പം അവരെ പരിശീലിപ്പിച്ച അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റുകളും അഭിനന്ദനം അർഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. KSRTCയിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്ന നിയമന നിരോധനവും കമ്പനിവൽക്കരണവും ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU പണിമുടക്കിലേക്ക്. ഈ മാസം 17-ന് ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കാനാണ് തീരുമാനം. പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അസോസിയേഷൻ നേതൃത്വത്തിൽ മന്ത്രിക്ക് സമർപ്പിച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതും സമരകാരണമാണ്. കണ്ടക്ടർ തസ്തികയിൽ 9300 പേർക്ക് PSC നിയമന ശുപാർശ അയച്ചിട്ട് 4 മാസമായി. എന്നാൽ കേവലം 1000 പേർക്ക് മാത്രമാണ് നിയമനം നൽകിയത്. സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും മാനദണ്ഡം പാലിക്കുന്നില്ല. വനിതകളെ അടുത്ത യൂണിറ്റുകളിൽ നിയമിക്കുക, കുടിശ്ശിക ക്ഷമബദ്ധ ഉടൻ അനുവദിക്കുക, പെൻഷൻ യഥാസമയം പൂർണ്ണമായും അനുവദിക്കുക എന്നീ ആവശ്യങ്ങളും അസോസിയേഷൻ പ്രക്ഷോഭത്തിൽ ഉന്നയിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ആർക്കിടെക്ചർ വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചർമാരുടെ ഒഴിവുകളുണ്ട്. കൌൺസിൽ ഓഫ് ആർക്കിടെക്ചർ അംഗീകരിച്ച 1-ാം ക്ലാസ് BR ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജനുവരി 13-ന് രാവിലെ 10-ന് കോളേജ് ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന വ്യവസായ സംരംഭകത്വ പരിശീലന പരിപാടി ജനുവരി 15 മുതൽ കോട്ടയത്ത് നടക്കും. 10-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം ജനുവരി 10-നകം ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ താലൂക്ക് വ്യവസായ ഓഫീസുകളിലോ അപേക്ഷ സമർപ്പിക്കണം. സീഡിറ്റിന്റെ സൈബർശ്രീ സെന്ററിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, പ്രോഡക്ട് ഡിസൈനിംഗ് മേഖലകളിൽ ആധുനിക പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 22-നും 26-നും മധ്യേ പ്രായമുള്ള പട്ടികജാതിക്കാർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ജനുവരി 15. അപേക്ഷാ ഫോറവും വിശദവിവരങ്ങളും www.cybersree.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളന് അമ്പലപ്പുഴ സംഘം യാത്ര തിരിച്ചു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകളും ചുറ്റുവിളക്കും നടത്തിയ ശേഷമാണ് സമൂഹ ബെരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം രഥഘോഷയാത്രയായി പുറപ്പെട്ടത്. പേട്ടതുള്ളൽ എഴുന്നള്ളിപ്പിനുള്ള സ്വർണ്ണത്തിടമ്പ് മേൽശാന്തി പൂജിച്ച് സമൂഹ ബെരിയോന് കൈമാറി. തുടർന്ന് വിവിധ കരകളിൽ നിന്നും കെട്ടുനിറച്ചെത്തിയ സംഘം ശരണം വിളിയോടെയാണ് പുറപ്പെട്ടത്. 300-ൽ പരം അയ്യപ്പ ഭക്തന്മാരാണ് വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പേട്ടതുള്ളുന്നത്. ശനിയാഴ്ചയാണ് മതമൈത്രിക്ക് പേരുകേട്ട എരുമേലി പേട്ടതുള്ളൽ. ചമ്പക്കുളം ഗാകുൽത്ത ആശ്രമ ദേവാലയത്തിലെ പരിശുദ്ധ വ്യാകുലമാതാവിന്റെ തിരുനാൾ ബുധനാഴ്ച ആരംഭിക്കും. ചെമ്പുംപുറം ശിവപുരം ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ഈ മാസം 11 മുതൽ 18 വരെ നടക്കും. ശ്രീ ഭദ്രകാളി ദേവി പ്രതിഷ്ഠയും നാഗരാജ നാഗയക്ഷി യോഗീശ്വര പുനഃപ്രതിഷ്ഠയും പരിഹാര കർമ്മങ്ങളുമാണ് നടക്കുക. ചരമവാർത്തകൾ. പുളിങ്കുന്ന് കായൽപ്പുറം ചക്കാലത്തുണ്ടിയിലായ കല്ലുപുരയ്ക്കൽ പെണ്ണമ്മ നിര്യാതയായി. 66 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 2:30-ന് കായൽപ്പുറം സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി.
കുടിവെള്ളത്തിനായി സിപിഐ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ ഉപവാസം കിടങ്ങറ വാട്ടർ അതോറിറ്റിയിൽ ജനുവരി 10-ന്. വട്ടവഞ്ചിയിൽ ജീവിതം കരിപ്പിടിപ്പിക്കുന്നവർ ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാത്തവർ പമ്പയുടെ ആഴങ്ങളിൽ മുട്ടുതേടുകയാണ്. നാട്ടുകാർക്കും രോഗികൾക്കും കുരിശായി കിടങ്ങറ കുരിശുമൂട് അപ്രോച്ച് റോഡ്. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.